എല്ലാവർക്കും റംസാൻ ഈദ് ആശംസകൾ ഞാനും നേരുന്നു. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു കൂട്ടായ്മയുടെ സന്ദേശം ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, എല്ലാ ആഘോഷങ്ങൾക്കും രണ്ട് തലമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് വിയോജിക്കാനും സ്നേഹിക്കാനും ഒക്കെയുള്ള സ്പേസ് കിട്ടും. ഒന്ന് ദൈവത്തിനുള്ളതാണ് അനുഷ്ഠാനം, രണ്ടാമത്തേത് മനുഷ്യർക്കുള്ളതാണ്. അത് എല്ലാ വിശ്വാസധാരയിലും നിന്ന് വന്ന എല്ലാ ആചാരങ്ങൾക്കും എല്ലാ അനുഷ്ഠാനങ്ങൾക്കും എല്ലാ ആഘോഷങ്ങൾക്കും ഈ രണ്ട് തലമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ആ രണ്ടാമത്തെ തലം വികസിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ തലം എനിക്ക് തോന്നുന്നു വിശ്വാസിക്കും അവിശ്വാസിക്കും, എനിക്ക് തോന്നുന്നു വിശ്വാസികൾ തമ്മിൽ ഉള്ള കലഹത്തോളം ഒരിക്കലും വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ കലഹമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കഴിഞ്ഞ ദിവസം എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ യുദ്ധത്തിൻ്റെ കാലാവസ്ഥയിൽ തോന്നിയൊരു പ്രധാനപ്പെട്ട വാക്യം അതാണ്. ഈ വംശീയവാദികളെക്കാൾ എത്രയോ പുണ്യം നിറഞ്ഞവരാണ് ഭൗതികവാദികൾ. വംശീയവാദികൾ ഭൂമിയിൽ ഉണ്ടാക്കുന്ന കലാപത്തിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. പിന്നെ വിശ്വാസികൾ തമ്മിലുള്ള തർക്കത്തെക്കാളേറെ ഇത് വളരെ എളുപ്പത്തിൽ തീർത്ത കുറേ ഗുരുക്കന്മാരുണ്ടല്ലോ. വാഗ്ഭടാനന്ദനും അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പനും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നല്ലോ. നേരത്തെ പറഞ്ഞ അവിശ്വാസം. എന്തായിരുന്നു തർക്കം? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ഒരേ ഗുരു രണ്ടുപേരെയും പഠിപ്പിച്ചു. ഒരാൾ അതിനെ പരാവർത്തനം ചെയ്തത് എങ്കിൽ പിന്നെ മതം വേണ്ട, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്നാണ്. അത് കൃത്യമായൊരു പരാവർത്തനം തന്നെയാണ്. അപ്പുറത്ത് വാഗ്ഭടാനന്ദൻ എന്ന കുഞ്ഞിക്കണ്ണൻ അതിനെ വായിച്ചത് വേറൊരു തരത്തിലാണ്. ജാതി വേണം, മതം വേണം, ദൈവം വേണം മനുഷ്യനെ എന്നല്ലേ ഗുരു പറഞ്ഞതെന്നാണ്. രണ്ടും കേട്ട് കലഹം കണ്ട് ഗൂഢമായി ആസ്വദിച്ച് ആനന്ദിച്ച മഹാഗുരു രണ്ടുപേരെയും ചേർത്ത് പിടിച്ചിട്ട് എന്താ ഗുരു ഒന്നും ഉണ്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞ ഉത്തരം, അയ്യപ്പൻ പറഞ്ഞത് ശരിയാണ്, കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് ശരിയാണ്. ഇത് രണ്ടും തമ്മിൽ ചേരാവുന്ന ഒരുപാട് അംശങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു വിശ്വാസിക്ക് അവിശ്വാസത്തെ ചേർത്ത് പിടിക്കാനുള്ള അംശങ്ങൾ ധാരാളമുണ്ട്. ഞാൻ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് അവിശ്വാസികളെ ചേർത്ത് പിടിച്ച ധാരാളം സന്ദർഭങ്ങൾ നമ്മൾ ഫിലോസഫിയും ചരിത്രമൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത് എൻ്റെ യുക്തിവാദികളായ സ്നേഹിതന്മാരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണെന്ന് പറയാറുണ്ട്. അത് പറഞ്ഞ ആൾ അല്ലാമ ഇക്ബാലാണ്. അല്ലാമ ഇക്ബാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, യഥാർത്ഥ വിശ്വാസി നാസ്തികന്മാരാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം, ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരദാനം മനുഷ്യൻ്റെ ചിന്താശേഷിയാണ്. നിരന്തരമായി ചിന്തിപ്പിക്കുകയും ചിന്തിപ്പിക്കാൻ ഉതകുന്ന ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നത് പലപ്പോഴും നാസ്തികന്മാരാണ്. അതുകൊണ്ട് അവരെ ശത്രുക്കളായിട്ടല്ല, മറിച്ച് തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കൂ, ഒന്നും ചിന്തിക്കാതെ ഒരു ചോദ്യവും ചോദിക്കാതെ നിരന്തരമായിട്ട് ഇങ്ങനെ അടിമകളെ പോലെ കുഞ്ഞാടുകളാക്കി മനുഷ്യനെ, വിശ്വാസികളെ അവനാണ് യഥാർത്ഥ അവിശ്വാസി എന്ന് ഇക്ബാൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വിശ്വാസികളെ കുറെ കൂടി സജീവമാക്കുന്നതും ഈ ദൈവികമായ അംശം, പ്രതിഭ അല്ലെങ്കിൽ ചിന്താശേഷി അതിനെ വളർത്തുകയൊക്കെ ചെയ്യുന്നതിൽ എക്കാലത്തും ഭൂമിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്, എല്ലാ കാലത്തും അങ്ങനെയാണ്. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടായ കാലം മുത്തസിലികളുടെ കാലമാണെന്ന് പറയാറുണ്ട്. അവർ ചോദ്യങ്ങൾ ഉയർത്തിയതുകൊണ്ടാണ്, ചോദ്യം ഉണ്ടാക്കാൻ ആളുകളുണ്ടതുകൊണ്ടാണ്. എം ഗോവിന്ദൻ എന്നൊരു കവി, ഞാൻ അവസാനിപ്പിക്കും, എം ഗോവിന്ദൻ എന്നൊരു കവി ഇത് മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവങ്ങളുടെയൊക്കെ ഒരു വിചാരം ഉണ്ടായ എന്താ വിചാരം എന്ന് വെച്ചാൽ, ഇബ്ലീസ് ഉണ്ടായാൽ എനിക്ക് വലിയ നാശമാണ്. അങ്ങനെയല്ല, ഇബ്ലീസ് ഇല്ലെങ്കിൽ ഈശ്വരൻ തന്നെ ക്ഷീണിച്ചു പോകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇബ്ലീസ് ഇല്ലാത്തൊരീ ഉലകിൽ പടച്ചോനും അബലൻ ആലസ്യത്താൽ അങ്ങേര് തൂങ്ങിച്ചാവും എന്നാണ് എം ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ പല ഈ രാഷ്ട്രീയ ദൈവങ്ങളുടെയൊക്കെ ഒരു വിചാരം, വിമർശനം ഉണ്ടായാൽ അത് അങ്ങോട്ട് തകർത്ത് കളയുകയാണ്. അങ്ങനെയല്ല, ആ വിമർശനം ഇല്ലെങ്കിൽ ഇവൻ ശക്തിപ്പെടുകയില്ല എന്നും അവൻ തിരുത്തുകയില്ല എന്നും ഒക്കെയാണ് അതിനർത്ഥം. അതുകൊണ്ട് ഈ വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ കലഹിക്കേണ്ട യാതൊരു സാഹചര്യവും, യഥാർത്ഥ വിശ്വാസിയും യഥാർത്ഥ അവിശ്വാസിയും തമ്മിൽ കലഹിക്കേണ്ട സാഹചര്യമല്ല. ഒന്നിക്കേണ്ട സാഹചര്യങ്ങൾ ധാരാളം ഉണ്ട് എന്നാണ്. അത് ഗുരുദേവൻ്റെ മാതൃകയും അതാണ്, അത് അല്ലാമ ഇക്ബാലിൻ്റെ മാതൃകയും അതാണ്. അതുകൊണ്ട് ഒന്നിക്കാനുള്ള വഴികൾ, സ്നേഹിക്കാനുള്ള വഴികൾ. ഞാൻ പൊതുവേദികൾ നേരിടുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആദ്യമായി കേട്ടത്, ഇസ്ലാമിൻ്റെ പക്ഷത്തു നിന്ന് കേട്ടത് മുസ്തഫ മൗലവിയുടെ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ നിരന്തരമായി കേൾക്കാനും ഒക്കെ തയ്യാറായതിൻ്റെ ഒരു അംശം അതാണ്. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതാണ് മതമെന്ന് ഇതാണ് ഇസ്ലാം എന്ന് ഭൂമിയിലെ എല്ലാ മനുഷ്യരോടും, നീയും ഇസ്ലാമാണെന്ന് എല്ലാ മനുഷ്യരോടും പറയാവുന്ന, പണ്ട് ഈ ഗുരുവിനെ മതത്തിൽ കൂട്ടാൻ ക്രിസ്ത്യൻ പാതിരിമാർ ചെന്നപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ ക്രിസ്തു ആണല്ലോ എന്ന് പറഞ്ഞല്ലോ. അതുപോലെയാണ് ഭൂമിയിൽ ഈ ഒരു അംശമുണ്ട്. എല്ലാവരെയും ഞാൻ ഇസ്ലാമാണ്,
എനിക്ക് ചില സംഗതികളൊക്കെ അങ്ങനെ ആ തരത്തിൽ പറയുന്ന ആളുകളുണ്ട്, വളരെ കൃത്യമായിട്ട് പറഞ്ഞ ആളുകളുണ്ട്. ഈ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സെമിനാറിൽ യാദൃശ്ചികമായിട്ട് അവരെ ഫോളോ ചെയ്ത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു മദ്രാസ്. അപ്പോൾ അവരോട് അവിടെ ചോദിച്ചത് എന്താ വെച്ചാൽ, അവർ ഭൂമിയിൽ ജീവിച്ചതും മരിച്ചതും ആത്മീയമായ മേഖല ഉൾപ്പെടെ എല്ലാ മേഖലയിലും സ്ത്രീകൾ പുരുഷന് തുല്യമായി നേതൃത്വം വഹിക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ. അവരോട് ചോദിച്ചത് ഇങ്ങനെ പ്രവാചകൻ പറഞ്ഞൊരു ഹദീസ്, ദുർബലമായ ഒരു ഹദീസിനെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് പറഞ്ഞത്. ഒരു ചോദ്യം, വളരെ വളരെ ശക്തമായിട്ടാണ് ചോദ്യം. നിങ്ങൾ ഈ സ്ത്രീയെ ഭരണമേൽപ്പിച്ചാൽ സമുദായ നാശത്തിലേക്കാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അവർ പറഞ്ഞൊരു ആൻസറാണ്. അവർ വേറൊന്നും, അവർ ഹദീസും ഖുർആനും ഒന്നും നോക്കാൻ പോയില്ല. അവർ പറഞ്ഞ ആൻസർ, ഹു ടോൾഡ് യു ദ നോൺസെൻസ് എന്നാണ്. മൈ പ്രോഫറ്റ് വോണ്ട് സേ സച്ച് എ നോൺസെൻസ് എന്നാണ് ഉത്തരം. അങ്ങനെ ഒരു പ്രവാചകനെ നെഞ്ചേറ്റി നോക്കൂ. എൻ്റെ പ്രവാചകൻ സ്ത്രീവിരുദ്ധമായി ഒരു വാക്ക് പറയില്ല എന്നൊരു വിശ്വാസത്തിൽ ഉറച്ചു നോക്കൂ. അതിന് മറിച്ച് പറയുന്നതൊന്നും ഞാൻ ചെവിക്കൊള്ളുകയില്ല, അതെൻ്റെ പ്രവാചകൻ പറയില്ല എന്ന് പറയാൻ കാണിക്കുന്നൊരു വിശ്വാസത്തിൻ്റെ ധാർഢ്യമുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേ ഉള്ളൂ. യോജിപ്പിന്, സ്നേഹത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്, എല്ലാ ഭാഗത്തു നിന്നുണ്ട്. അത് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് മതം വംശീയവാദമായി തീരുമ്പോൾ, ഒരു മതത്തിൽ പിറന്നതിൻ്റെ പേരിൽ ആചരിക്കപ്പെടുന്നത് മറ്റൊരു മതമായി തീരുമ്പോൾ, പിറവിയുടെ പേരിൽ കലഹം കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് വംശീയവാദികളെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളും അവിശ്വാസികളും ചേർന്ന് ഒറ്റപ്പെടുത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് ഇഫ്താർ ആശംസകൾ.